ഇനി നമുക്ക് നാടൻ മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ. ഞാൻ മുമ്പ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് താമസിക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ വെജ് ഫുഡ് മാത്രം കഴിക്കുന്ന ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പം അവർക്കും കൂടെ ഇത് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്കും അത് കഴിക്കാൻ പറ്റും. ആദ്യം നമുക്ക് മഷ്റൂംസ് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൽ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ ഈ മസാലാസ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് സ്പൈസിനെസ് കുറച്ച് ഇഷ്ടമാണ്, പക്ഷെ മുളക് പൊടിയേക്കാൾ കൂടുതൽ പച്ചമുളകാണ് ഇഷ്ടം. പിന്നെ കുറച്ച് ഉപ്പ്, അതിലേക്ക് കുറച്ച് ഗരം മസാല, നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഓക്കെ, നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ചട്ടിയിൽ നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഓൾറെഡി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് സവാളയും പച്ചമുളകും തക്കാളിയും. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ, അതായത് ഈ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളർ വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക. എനിക്ക് പച്ചമുളകിൻ്റെ എരിയാണ് കൂടുതൽ ഇഷ്ടം, സോ ഞാൻ ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സവാള, ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം മാത്രമേ മഷ്റൂം എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് മമ്മിക്ക് മാത്രം കുറച്ച് മതി, അതുകൊണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 സവാള ആഡ് ചെയ്തു. അത് നന്നായിട്ട് വഴണ്ടു വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഈസി ആയിട്ട് വഴണ്ടു വരും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാരണം കുറച്ചിട്ടാൽ മതി, ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ മഷ്റൂമിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറയില്ല, എനിക്ക് മുളക് പൊടിയുടെ സ്പൈസിനെസ് അധികം ഇഷ്ടമല്ല. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി വന്നിട്ട് ഗ്രേവി ആയിട്ട് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നന്നായിട്ട് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഗരം മസാല, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇങ്ങനെ ഒരു നന്നായിട്ട് വഴണ്ട നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി, ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി നന്നായിട്ട് കട്ട് ചെയ്ത് കൊച്ചായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിനകത്തിട്ട് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അതൊന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നന്നായിട്ടൊന്ന് മിക്സായി വരും. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഫൈനലി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില. എനിക്ക് എപ്പോഴും കറി ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ വെള്ളം ആഡ് ചെയ്യുക വേണ്ട, കാരണം ഈ മഷ്റൂംസിനകത്ത് ഓൾറെഡി വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ അടച്ച് വെക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം വരും. അങ്ങനെ മഷ്റൂമിൽ വാട്ടർ കണ്ടൻറ്റും ആ മസാലയും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ട് മിക്സായി വെന്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. സോ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ മമ്മിക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു ടേസ്റ്റ് ചെയ്യാനായിട്ട്. മമ്മി ഞാൻ മഷ്റൂം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടില്ല. എൻ്റെ റൂംമേറ്റ്സൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്, അവരൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം മമ്മി അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം കൊടുത്ത് നോക്കാം, എൻ്റെ എക്സ്പ്രഷൻ നോക്കാമല്ലോ. ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കിച്ചണിലോട്ട് കയറ്റാറില്ലാത്ത ഒരാളാണ്. ഭാഗ്യത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ.